തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയം എന്നൊക്കെ പറയുമെങ്കിലും ആ രാഷ്ട്രീയത്തിൻ്റെ കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു. ഒരുപക്ഷെ അണ്ണാദുരൈയുടെ കാലത്ത് അല്ലെങ്കിൽ ഒരല്പം കരുണാനിധിയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ദ്രാവിഡവും അണ്ണാങ്കട്ടയും ഒന്നുമല്ല, ശുദ്ധമായ ഒരു റീജിയണൽ പാർട്ടിയായിട്ട് ഈ DMK മാറി. അത് ADMK അങ്ങനെ മാറരുത് എന്ന് MG രാമചന്ദ്രൻ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം AIADMK എന്നാക്കി മാറ്റിയത്. കറക്റ്റ്, അതെ. പക്ഷേ അതൊക്കെ അദ്ദേഹം ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാത്രമായിട്ട് നിന്നു. തമിഴ്നാടിന് പുറത്ത് ഇവർക്ക് യാതൊരു സ്വാധീനവുമില്ല. കേരളത്തിൽ 1-2 സീറ്റുകളിലൊക്കെ അവർ മത്സരിച്ച് നോക്കി, ഇപ്പോഴും മത്സരിക്കുന്നൊക്കെയുണ്ട്, പക്ഷേ ഒന്നും പച്ച പിടിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാദേശിക പാർട്ടിയാണ് DMKയും ADMKയും. ഇവർ മാറി മാറി അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നു. കോൺഗ്രസ്സിന് കാമരാജിന് ശേഷം സാമർഥ്യമുള്ള ഒരു നേതാവില്ലാതെ പോയി. കോൺഗ്രസ് തമിഴ്നാടിനെ അവഗണിച്ചു എന്ന് തന്നെ ഞാൻ പറയും. അതൊക്കെ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആവശ്യം അവർക്കില്ല. അവർക്ക് കർണാടക, ആന്ധ്ര, അത്യാവശ്യം കേരളം, ഇതൊക്കെ മതി. തമിഴ്നാട് കിട്ടുന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അവർ ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയം എന്നൊക്കെ വിളിക്കുന്നത് വെറും ഒരു ഭംഗിവാക്കാണ്. അതിൽ ദ്രാവിഡവും ഇല്ല, രാഷ്ട്രീയവും ഇല്ല, വെറും പ്രാദേശിക പാർട്ടിയാണത്. ഈ പ്രാദേശിക പാർട്ടി DMK ഇടയ്ക്കിടയ്ക്ക് തങ്ങളുടെ പഴയ വിഘടനവാദം പുറത്തെടുക്കുകയും അത് വെച്ച് ആൾക്കാരെ വൈകാരികമായിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. കുറച്ചൊക്കെ അവർ വിജയിക്കുകയും ചെയ്യും. ഏത് നമ്പറും വിജയിക്കുന്ന സ്ഥലമാണ് ഭാരതം. നിങ്ങൾക്ക് എന്ത് രീതിയിലും മതം, ജാതി, പ്രദേശം, പിന്നെ വിഘടനവാദം, നക്സലിസം, അയ്യപ്പ സേവാ സമാജം, ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാരെ സംഘടിപ്പിക്കാൻ പറ്റും. എന്തിനും കൂട്ടുനിൽക്കുന്ന കുറച്ച് പേര് ഭാരതത്തിൽ ഉണ്ടാവും. അങ്ങനെയൊക്കെ ചില നമ്പറുകൾ ഇറക്കുന്നു. ബട്ട് ബേസിക്കലി സ്റ്റാലിൻ ഭരണം അഴിമതിയിൽ മുങ്ങിയതായിരുന്നു. അത് എല്ലാവർക്കും അറിയാം. സ്റ്റാലിന് അത് പ്രത്യേകിച്ച് അതിന് ഡിഫൻസൊന്നുമില്ല. പിന്നെ DMKക്കാരുടെ ധാർഷ്ട്യം, സ്വജനപക്ഷപാതം, ഇതൊക്കെ അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുകയാണ്. DMKയോട് ജനങ്ങൾക്ക് വല്ലാത്തൊരു വെറുപ്പും മടുപ്പുമുണ്ട്. ഇപ്പുറത്ത് ADMK മോശക്കാരൊന്നുമല്ല, അവരും അഴിമതിയൊക്കെ ചെയ്തവരാണ് അവരധികാരത്തിലിരുന്നപ്പോൾ. പക്ഷേ അവർക്കന്ന് ഈ ഒരു ജയലളിതയുടെ തോഴി ശശികല, ഈ 2 ബിംബങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ജയലളിത മരിച്ചു കഴിഞ്ഞപ്പോൾ AIADMKയിലെ അഴിമതിയും കൂടെ മരിച്ചു എന്നുള്ള ഒരു ഇംപ്രഷൻ അവർ വരുത്തി. അമ്മയായിരുന്നു തെറ്റിനും ശരിക്കും ഒക്കെ ഉത്തരവാദി അമ്മയാണ്. അമ്മ ഇപ്പോൾ പോയി, പിന്നെ ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ. ഈ രീതിയിലാണ് ADMK അവരുടെ നരേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോയത്. BJP ADMKയുമായിട്ട് കൂട്ടുകൂടാൻ അണ്ണാമലൈ എതിരായിരുന്നു. അണ്ണാമലൈ പറഞ്ഞു ഇവർ 2 പേരും തമ്മിലൊരു വ്യത്യാസവുമില്ല, 2 പേരും വിഘടനവാദികളാണ്, 2 പേരും അഴിമതിക്കാരാണ്. നമുക്ക് സ്വല്പം താമസിച്ചാൽ പോലും ഒരു ശുദ്ധമായ BJP ഭരണം തമിഴ്നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും, അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ബട്ട് അണ്ണാമലയുടെ വാദത്തോട് മറ്റുള്ളവർ യോജിച്ചില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുന്നതിൽ അണ്ണാമലൈ പരാജയപ്പെട്ടു. അങ്ങനെ ADMKയുമായിട്ട് കൂട്ടുകൂടാൻ തീരുമാനിച്ചു. അതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ കാണുന്നത്. ഇപ്പോൾ DMKയോട് ദേഷ്യമുള്ള ആൾക്കാർ വലിയൊരു രീതിയിൽ ADMKയ്ക്ക് വോട്ട് ചെയ്യുകയും ഇവർ തമ്മിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാറില്ല. 3-4% ചിലപ്പോൾ വരും, ചിലപ്പോൾ അതുപോലും വരില്ല. അങ്ങനെയാണ്. കേരളത്തിലെ LDF UDF പോലെയൊക്കെയാണ് തമിഴ്നാട്ടിലെ ഈ കളി. അപ്പോൾ അതിൽ BJP കഴിഞ്ഞ തവണ 11%, 3 ഉണ്ടായിരുന്നു, 11%-ത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട്. 11-ൽ നിന്ന് കുറച്ചുകൂടെ കൂട്ടിയെന്ന് വരും. അവർക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കുന്ന നിലയിലായി ആ തിരുപ്പറക്കുன்றത്തെ വിളക്ക് കൊളുത്തുന്ന പ്രശ്നം. ഇങ്ങനെ കലങ്ങി മറിഞ്ഞ അന്തരീക്ഷത്തിലാണ് വിജയ് പ്രത്യക്ഷപ്പെടുന്നത്. TVK എന്താ തമിഴ് വെട്രി കക്ഷിയോ അങ്ങനെ എന്തോ, TVK എന്നാണ് പേര്. അതെ. വിജയ് എന്ന സിനിമാ നടൻ. തമിഴ്നാട്ടിലെ പത്രക്കാർ പറയുന്നത് ഒരു 15% വോട്ട് വിജയ് പിടിക്കും എന്നാണ്. അത് പിടിക്കുന്നത് DMKയുടെ വോട്ടായിരിക്കും.
കാരണം വിജയ് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഈ ഹിന്ദു കൺസോളിഡേഷനെതിരാണ്, നരേന്ദ്രമോദി ഫാസിസ്റ്റാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് DMKയുടെയും കേന്ദ്രത്തിൽ BJPയുടെയും ദുർഭരണത്തിനെതിരെയാണ് അദ്ദേഹം പോരാടുന്നതെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം എടുക്കാൻ പോകുന്ന വോട്ടുകൾ DMKയുടെ ആയിരിക്കും. DMKയും വിജയും തമ്മിൽ പലതവണ പല സ്ഥലത്ത് വാക്പോരൊക്കെ നടന്നിട്ടുണ്ട്. അതിഭയങ്കര ശത്രുക്കളാണ് അവർ. അപ്പോൾ അവരുടെ വോട്ട് വിജയ് ഒരു പോർഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ADMK BJPക്ക് വളരെ സ്മൂത്തായിട്ട് തമിഴ്നാട്ടിൽ ജയിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ.